നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനാട്ടമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ എപ്പിത്തീലിയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് എപ്പിത്തീലിയം, അതിന്റെ വർഗീകരണം, ധർമ്മങ്ങൾ എന്നിവ നമുക്ക് നോക്കാം. എപ്പിത്തീലിയം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ആവരണമായും പുറം ചർമ്മമായും കാണപ്പെടുന്ന കോശപാളികളാണ് എപ്പിത്തീലിയം. നിർവചനം, ഡെഫിനിഷൻ: ശരീരത്തിന്റെ ഉപരിതലത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലെ അറകളെ, കാവിറ്റീസ്, വരിഞ്ഞു നിൽക്കുന്നതോ ആയ കോശങ്ങളുടെ ഒരു കൂട്ടമാണിത്. ഇതിലെ കോശങ്ങൾ വളരെ അടുത്തടുത്തായി അടുക്കിവച്ചിരിക്കുന്നു. വർഗീകരണം, ക്ലാസിഫിക്കേഷൻ: കോശങ്ങളുടെ പാളികളുടെ എണ്ണവും അവയുടെ ആകൃതിയുമനുസരിച്ച് എപ്പിത്തീലിയത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം. സിമ്പിൾ എപ്പിത്തീലിയം: ഇതിൽ കോശങ്ങൾ ഒരു പാളിയായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പ്രധാനമായും വസ്തുക്കളുടെ കൈമാറ്റം, ഡിഫ്യൂഷൻ, അബ്സോർപ്ഷൻ നടക്കാനാണ് ഇവ സഹായിക്കുന്നത്. സിമ്പിൾ സ്ക്വാമസ്: പരന്ന കോശങ്ങൾ. ഉദാഹരണം: ശ്വാസകോശത്തിലെ വായു അറകൾ, ആൾവോളായ്. സിമ്പിൾ ക്യൂബോയിഡൽ: ക്യൂബ് ആകൃതിയിലുള്ള കോശങ്ങൾ. ഉദാഹരണം: വൃക്കയിലെ കുഴലുകൾ, കിഡ്നി ട്യൂബിൾസ്. സിമ്പിൾ കൊളുംനാർ: നീളമുള്ള കോശങ്ങൾ. ഉദാഹരണം: ആമാശയം, കുടൽ എന്നിവയുടെ ആവരണം. സ്യൂഡോസ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം: കാഴ്ചയിൽ ഒന്നിലധികം പാളികളായി ലയർഡ് തോന്നുമെങ്കിലും ഇതിലെ എല്ലാ കോശങ്ങളും ബേസ്മെന്റ് മെംബ്രേനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ധർമ്മം, സംരക്ഷണവും ശ്ലേഷ്മത്തിന്റെ മുക്കസ് ചലനവും. കാണപ്പെടുന്നത് ശ്വാസനാളം, ട്രക്കിയ, ശ്വസനവ്യവസ്ഥയുടെ മുകൾ ഭാഗം. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം: ഇതിൽ കോശങ്ങൾ പല പാളികളായി അടുക്കിവച്ചിരിക്കുന്നു. സംരക്ഷണമാണ് പ്രൊട്ടക്ഷൻ ഇതിന്റെ പ്രധാന ജോലി. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്: ഘർഷണം, ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഉദാഹരണം: തൊലിപ്പുറം, സ്കിൻ, വാക്യുള്ളിലെ ആവരണം. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ: ഇത് വളരെ അപൂർവമായി മാത്രമേ ശരീരത്തിൽ കാണപ്പെടുന്നുള്ളൂ. സാധാരണയായി രണ്ട് പാളി കോശങ്ങളാണ് ഇതിൽ ഉണ്ടാകുക. കാണപ്പെടുന്നത് വിയർപ്പ് ഗ്രന്ഥികളുടെയും സ്വീറ്റ് ഗ്ലാൻഡ്സ്, ഉമിനീർ ഗ്രന്ഥികളുടെയും സലിവറി ഗ്ലാൻഡ്സ്, നാളികളിൽ ഡക്ടസ്. സ്ട്രാറ്റിഫൈഡ് കൊളുംനാർ: ഇതും ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇത് സംരക്ഷണത്തിനും ശ്രവണത്തിനും സഹായിക്കുന്നു. കാണപ്പെടുന്നത് പുരുഷന്മാരിലെ മൂത്രനാളിയിൽ, മേൽ ഉറത്ര ചെറിയ അളവിൽ കാണപ്പെടുന്നു. ട്രാൻസിഷണൽ എപ്പിത്തീലിയം: ആകൃതി മാറാൻ കഴിവുള്ള കോശങ്ങൾ. ഉദാഹരണം: മൂത്രസഞ്ചി, യൂറിനറി ബ്ലഡർ. ധർമ്മങ്ങൾ, ഫങ്ഷൻസ്: സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ബാക്ടീരിയകളിൽ നിന്നും മുറിവുകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ആഗിരണം, അബ്സോർപ്ഷൻ: പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഉദാഹരണത്തിന് ദഹനവ്യവസ്ഥയിൽ. ശ്രവണം, സെക്രഷൻ: എൻസൈമുകൾ, ഹോർമോണുകൾ, വിയർപ്പ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. വിസർജനം, സ്ക്രെഷൻ: മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നു. വൃക്കകളിൽ. വിവരണാത്മക ഉദാഹരണങ്ങൾ, ഡെസ്ക്രിപ്റ്റീവ് എക്സാമ്പിൾസ്. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം: വളരെ നേർത്ത ടൈലുകൾ പാകിയ ഒരു തറ പോലെ ഇതിനെ സങ്കൽപ്പിക്കുക. ഇത് ശ്വാസകോശത്തിൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വളരെ വേഗത്തിൽ കടന്നുപോകാൻ സഹായിക്കുന്നു. സീലിയേറ്റഡ് സ്യൂഡോസ്ട്രാറ്റിഫൈഡ് കൊളുംനാർ: ഈ കോശങ്ങളിൽ സിലിയ എന്ന് വിളിക്കപ്പെടുന്ന മുടി പോലുള്ള വളർച്ചകളുണ്ട്. നിങ്ങളുടെ ശ്വാസനാളത്തിൽ, ട്രാക്കിയ, ശ്വാസകോശത്തിലേക്ക് പൊടിയും കഫവും എത്താതിരിക്കാൻ ഒരു ചൂല് പോലെ ഇവ പ്രവർത്തിക്കുകയും അവയെ അടിച്ചു പുറത്തുകളയുകയും ചെയ്യുന്നു. കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്: ഇത് നിങ്ങളുടെ ചർമ്മത്തിന്റെ പുറം പാളിയായി കാണപ്പെടുന്നു. ഇതിന്റെ മുകളിലെ പാളികൾ നിർജീവമാണ്, കൂടാതെ കെരാറ്റിൻ, കേറാറ്റിൻ എന്ന കടുപ്പമേറിയ പ്രോട്ടീനാൽ നിറഞ്ഞതുമാണ്. ഇത് നിങ്ങളുടെ ചർമ്മത്തെ വാട്ടർ പ്രൂഫ് ആക്കുകയും അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.